നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററി. നമുക്കറിയാൻ സാധിക്കും, ആർക്കും ഫോൺ കിട്ടിയാൽ ആദ്യം ചെക്ക് ചെയ്യുന്ന ഒന്നാണ് ഗൂഗിൾ ഹിസ്റ്ററി. ഇയാൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇയാൾ അന്വേഷിക്കുന്നതെന്നൊക്കെ നമുക്ക് ഗൂഗിൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും അസ്വാഭാവികമായ മരണങ്ങളോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആദ്യം ചെക്ക് ചെയ്യുന്ന അയാൾ എന്ത് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അയാൾക്കുള്ള കഴിഞ്ഞ ദിവസങ്ങൾ അയാൾ എന്ത് പ്രയാസത്തിലാണ് നേരിട്ടത്, അതെന്താണ് ഇദ്ദേഹം ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തെന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗൂഗിൾ ഹിസ്റ്ററി നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അത് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സൗകര്യമുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം അത് നമുക്ക് ലോക്ക് ഇട്ട് വെക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും. മുകളിലായിട്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റ് സെർച്ച് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാൻ മാത്രമല്ല, ഇവിടെ മുകളിൽ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്തുകൊണ്ട് ഇത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളയാനും നമുക്ക് സാധിക്കും. എന്നാൽ എല്ലാ സമയത്തും എപ്പോഴും അതിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാനൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിന് പകരം നമുക്ക് ലോക്ക് ഇട്ട് വെക്കാൻ സാധിക്കും. ആര് തുറന്നാലും അയാൾക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ അതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലുണ്ടാകും ഗൂഗിൾ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ വലതുഭാഗത്ത് ഓൾ സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെർച്ച് അസിസ്റ്റൻ്റ് ആൻഡ് വോയിസ് എന്നുള്ള ഒരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ സെർച്ച് ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും കാണാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണുന്ന ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഇന്നത്തെ ദിവസത്തെ സെർച്ച് ചെയ്ത് മാത്രം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ടുഡേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ കസ്റ്റം റേഞ്ച്, നിങ്ങൾക്ക് എത്ര ദിവസം മുന്നേ ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ മാസത്തിലുള്ളത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡിലീറ്റ് ഓൾ ടൈംസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല അതിനകത്ത് ഓട്ടോ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 18 മാസം എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് 3 മാസമോ 18 മാസമോ അല്ലെങ്കിൽ 36 മാസമോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാസം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റ് ആയി പോകും. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ട മാസം 3 മാസമാണ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതങ്ങ് എനേബിൾ ചെയ്താൽ മതി. നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യും. എന്നാൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. നമ്മൾ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് നമ്മുടെ ഹിസ്റ്ററി എങ്ങനെ തുറക്കാതിരിക്കുന്നതിന് വേണ്ടി എങ്ങനെ ലോക്ക് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ കാണാം ഗൂഗിൾ പ്രൊട്ടക്റ്റ് യുവർ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത് ഞാൻ ഈ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ഈ ചെറിയ എഴുത്ത് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഈ ബ്ലൂ കളറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഭാഗത്തായിരിക്കും കാണാൻ സാധിക്കുക. അതെടുത്ത് നിങ്ങൾ നേരെ മുകളിൽ കാണുന്ന റിക്വയർഡ് എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് സമയത്തും നിങ്ങളുടെ ഹിസ്റ്ററി ആരെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്കോ കിട്ടാതെ അവർക്ക് തുറക്കാൻ സാധിക്കില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. എല്ലാവരും എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളറിയാതെ നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് മറ്റൊരാൾ പ്രവേശിക്കാതിരിക്കുന്നതിന് ഈ സെറ്റിങ്സ് നിങ്ങളെ സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.